ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചൂടുള്ള അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കൈ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അര കപ്പ് വെള്ളം മൊത്തത്തിൽ എനിക്ക് ഇതിലേക്ക് ആവശ്യം വന്നിട്ടില്ല. ഒരു ടീസ്പൂൺ വെള്ളത്തോളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനിത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിൽ എണ്ണ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മേലെയും ഇതുപോലെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്കിതിലേക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന അത്രയും ടൈം മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയാൽ മതി. അതിപ്പോൾ ഞാൻ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, കുറച്ച് സുർക്കയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ചിക്കൻ്റെ പീസസ് ഒരു വൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ ഇടുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് സ്നാക്സൊക്കെയായാലും അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ കറി വെക്കാനായാലും എന്തിനായാലും നമ്മൾ ചിക്കൻ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് ഒരു വൈറ്റ് ആ ഒരു കളർ ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കനക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ചിക്കനൊക്കെ നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. അത് നമ്മൾക്ക് ചിക്കനക്കൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്സാണിത്. ഇനിയിപ്പോൾ അതാ ചിക്കനൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ അതൊന്ന് ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സവാളയും ചിക്കനും വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ക്യാപ്സിക്കം അങ്ങനത്തെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണം മാറും വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ചിക്കന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും കൂടി മിക്സ് ആക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചിക്കനാണ് കേട്ടോ. അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ ഒരു ഫില്ലിംഗ് ഒന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈക്വലായിട്ട് തന്നെ കുറച്ച് ബോൾസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദ വെച്ചിട്ട് ഇതുപോലെ 6 പത്തിരിയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഓരോ ബോൾസും നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അത് ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പരത്തിയിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ഇത് പരത്തിയെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാതും ഒരേ ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു മൂടി ഒന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ അതാ നമ്മുടെ പത്തിരി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ വളരെ തിന്നായിട്ടാണ് ഞാൻ ഈ ഒരു പത്തിരി പരത്തിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ പത്തിരിയും ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ പത്തിരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഒരു പത്തിരി. അപ്പോൾ ഇതൊന്ന് പാനൊന്നും എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എല്ലാ പത്തിരും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ പത്തിരിയും ഇതുപോലെ ഒന്ന് എടുക്കാം. ഒരു പത്തിരി ആദ്യം എടുത്തിട്ട് ഈ ഒരു നമ്മുടെ മുട്ടയുടെയും പാൽപ്പൊടിയുടെയും വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഡിപ്പാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ പാനിൽ നമ്മൾ ആദ്യം ഓയിലോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുക്കണം. എന്നിട്ട് വേണം പത്തിരി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഫില്ലിങ് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ഇതുപോലെ പത്തിരി ഇതിലൊന്ന് ഡിപ്പാക്കി കൊടുക്കുക. എന്നിട്ട് പത്തിരി വെച്ച് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ബാറ്റർ അതിൻ്റെ മേലേക്ക് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ബാറ്ററി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടിയിൽ നിന്ന് ബേക്കാക്കിയിട്ട് എടുക്കാം. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പത്തിരി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പത്തിരി നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആകെ 20 മിനിറ്റാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. 10 മിനിറ്റ് ഒരു സൈഡിലും 10 മിനിറ്റ് ഒരു സൈഡിലും. അതിനിപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് കട്ടാക്കിയിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പത്തിരി നല്ല സൂപ്പറായിട്ട് തന്നെ എല്ലായിടത്തും നല്ല അടിപൊളിയിൽ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലെയർ ഈക്വലായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഓക്കെ, ബൈ.